السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل الأنبياء والمرسلين سيدنا ومولانا صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، فقد قال الله سبحانه وتعالى في قرآنه المجيد: بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا إن الله لمع المحسنين. قال رسول الله صلى الله عليه وسلم: جالس الكبراء وسائل العلماء وخالط الحكماء. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد، فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمدي. اللهم صل وسلم وبارك عليه وعلى أمة سيدنا ومولانا صلى الله عليه وسلم. മഹത്തും ബൃഹത്തുമായ അനുസ്മരണ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ അധ്യക്ഷനും നമുക്കേറെ സുപരിചിതനുമായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഹാഷിമിയ സ്ഥാപനങ്ങളുടെ സാരഥിയും ജീവനാടിയും പ്രിൻസിപ്പളുമായ PK മുഹമ്മദ് ബാദ്ഷാ ഉസ്താദ് അവർകൾ, സയ്യിദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹധനരായ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന അനശ്വരവാക്യത്തിൽ അത്യന്തം ശ്രദ്ധേയവും കാര്യമാത്ര പ്രസക്തവുമായ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ എല്ലാവരുടെയും ഒരുമിച്ചുകൂടൽ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത്, മഹത്തുക്കളുടെ ചാരത്ത് ഒരുമിച്ചുകൂടാൻ അവിടെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അവൻ അനർഘമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം അവൻ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്തരുണത്തിൽ ദീർഘമായ ഒരു ഭാഷണം അനിവാര്യമല്ല. ഒരുപാട് സാദാത്തുക്കളും പണ്ഡിതന്മാരും ഈ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളോട് പണ്ഡിതോചിതമായി സംസാരിക്കും. ഒന്ന് രണ്ട് സൂചനകൾ നൽകി ഈ വിലപ്പെട്ട സമയത്ത് വിരമിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാം എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സംഗമിച്ചിട്ടുള്ളത്.
പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്ന ഈ ആത്മീയ സംഗമത്തിൽ ഈ വർഷവും ഇവിടെ പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഈ സമ്മേളനത്തിൽ മുടങ്ങാതെയുള്ളവൻ പങ്കെടുക്കും. വലിയ തൗഫീഖാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിക്കപ്പെടുന്ന വേദിയാണ്. പോയ മാസം ഒന്നാം വസന്തം പരിശുദ്ധ റബീഉൽ അവ്വൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമായിരുന്നെങ്കിൽ ഈ അവസാന വസന്തം റബീഉൽ ആഖിർ ഒരുപാട് മഹത്തുക്കളുടെ വഫാത്ത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന മാസം. ഏറ്റവും പരമപ്രധാനമായി ഈ മാസത്തിൽ നാം അനുസ്മരിക്കുന്നത് അങ്ങ് ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ആശാകേന്ദ്രമായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ, പിന്നെ ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ നെടുനായകത്വം വഹിച്ച, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് നെടുനായകത്വം വഹിച്ച, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖോദയിൽ അടിയുറപ്പിച്ചു നിർത്തി വഫാത്ത് വരെ അക്ഷീണം പോരാടിയ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഖദ്ദസല്ലാഹു മഹാനവറുകൾ വഫാത്തായ മാസം. അതുപോലെ തന്നെ ഇ കെ മുഹമ്മദ് ദാരിമി ഖാദിരി അവറുകൾ വഫാത്തായ മാസം. പിന്നെ ഇവിടെ നമ്മുടെ നാടിന്റെ ആത്മീയ ചക്രവാള സീമയിൽ ജാജ്വല്യമാനമായി പ്രകാശിച്ചുകൊണ്ടിരുന്ന സയ്യിദ് ഫളൽ തങ്ങൾ, പണ്ഡിത പ്രമുഖരായിരുന്ന മൗലാന നാലതറ ഉസ്താദ്, ഇവിടുത്തെ ബഹുമാന്യരായ മക്കാർ ഉസ്താദ്, അങ്ങനെ പല മഹത്തുക്കളും അനുസ്മരിക്കപ്പെടുന്ന വേദി. അവരുടെ ദർജകൾ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതൊരു ആത്മീയ കണക്ഷൻ. ഈ വീടും ഞങ്ങളുമായി ഒരു ആത്മീയ കണക്ഷൻ. മക്കാർ ഉസ്താദിനെ ഞങ്ങൾക്ക് ആർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ വടുതല പുതിയ മാളയേക്കൾ എൻ്റെ പിതാമഹൻ മഹാനായ മർഹൂം സയ്യിദ് അബ്ദുല്ലാഹി ഷാത്തിരി കുഞ്ഞിക്കോയ തങ്ങൾ നവറല്ലാഹു മർകത വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ആമീൻ യാ റബ്ബൽ. മഹാനവരുടെ ശബ്ദത്തിൽ വെള്ളാങ്കല്ലൂരിൽ നിന്നാണ് മക്കാർ മുസ്ലിയാർ. അവിടെയാണ് വെള്ളാങ്കല്ലൂർ കരൂപ്പടം തെറസിൽ ഞാൻ കുറെ 5-6 വർഷം ഓതിയിട്ടുണ്ട്. അപ്പം വെള്ളാങ്കല്ലൂർ പ്രദേശത്തൊക്കെ എനിക്ക് പരിചയമാണ്. ആ നാട്ടുകാരനാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഉപ്പപ്പടെ സന്ത സഹചാരിയായിരുന്നു മക്കാർ ഉസ്താദ്. ആ ഗുരുത്വവും പൊരുത്തവും മക്കാർ ഉസ്താദിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഉപ്പായുടെ മുരീദും ഖാദിമുമായിരുന്നു മക്കാർ ഉസ്താദ്. അല്ലാഹു തആല ദർജകൾ ഉയർത്തി കൊടുക്കുമാറ്. ആ ബന്ധമാണ് ഈയുള്ളവൻ ഇവിടെ വരാനും ഈ പരിപാടിയിൽ സംബന്ധിക്കാനും കാരണമായി. എപ്പോഴും റാഫി ഉസ്താദ്, അദ്ദേഹത്തിന്റെ മക്കൾ മക്കാർ ഉസ്താദ്, അവരുടെ മഹദിയായ സഹധർമ്മിണി വഫാത്തായി പോയി. അവർക്ക് അല്ലാഹു തആല ദർജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് സേവനം ചെയ്തവരാണ്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്, ഒരു ഗതിയും മറുഗതിയുമില്ലാത്ത ആളുകൾക്ക് സാന്ത്വനം നൽകി ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. അല്ലാഹു മഹദിക്ക് സ്വർഗമോശാരമായി നൽകുമാറാകട്ടെ. അവരുടെ മക്കൾ റാഫി മുസ്ലിയാർ അടക്കമുള്ള മക്കൾ, അവരുടെ
മരുമക്കൾ, കുഞ്ഞുമക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സദസ്സിൽ വന്നിട്ടുള്ള റാഫി ഉസ്താദുമായി അവർ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഒരുപാട് വ്യക്തിത്വം. അവർക്ക് അല്ലാഹു തആല ഈ വസതിയിൽ വരുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ നൽകുമാറാകട്ടെ. അവരുടെ കുടുംബാംഗങ്ങളടക്കം എല്ലാവർക്കും അല്ലാഹു സിഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് എന്നോട് എപ്പോഴും പറയും റാഫി ഉസ്താദ്, ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ ആജീവനാന്ത ഉദ്ഘാടകനായി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് വേറൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. വാസിയ ഉസ്താദിനും ആ പരിപാടിയിൽ സംബന്ധിക്കണം. റബീഉൽ അവ്വൽ തുടങ്ങിയ ഈ പ്രവണത, ഈ സമ്മേളനം എല്ലാ ദിവസവും നബിദിനവും ലീലാനി ദിനവും ഒരു ദിവസം ഇടമില്ലാതെ പല സ്ഥലത്തും നടക്കുകയാണ്. ആഫിയത്തുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോകും. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീനി ഖിദ്മത്തിന് സെഹത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്നത് ആത്മീയമായ ഔന്നിത്യമാണ്. മഹാന്മാർ എപ്പോഴും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെര്യപ്പെടുത്തിയിരുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അനുസ്മരിക്കൽ തഖ്വ, ഹൃദയഭക്തിയുടെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെര്യപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള എല്ലാ മഹദീം മഹാന്മാരെയും നാം ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും അവരുടെ ജന്മദിനങ്ങളും അവർ വഫാത്തായ ദിനങ്ങളുമൊക്കെ നാം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതുമൊക്കെ. തഖ്വയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ കഴിയുകയുള്ളൂ. അംബിയ, മുർസലുകൾ, ഔലിയ, മശായിഖന്മാർ, സ്വാലിഹീങ്ങൾ, ഉലമാ, സാദാത്തുക്കൾ, ഇവരെല്ലാവരും ഈ മഹാന്മാരുടെ ഗണത്തിൽ പെടുന്നവരാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെടുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും നാം ആദരിക്കുകയും സ്നേഹിക്കുന്നു. അവരെപ്പോഴും സമാധരണീയരും സമുന്നതരുമാണ്. നമുക്ക് മുമ്പേ നടന്നവരാണ്. അവർ നമ്മുടെ മാതൃകാപുരുഷന്മാരാണ്. അവരിലൂടെ ആണ് ലോകത്ത് നന്മ നിലനിൽക്കുന്നത്. എല്ലാ നന്മകളുടെയും സമ്മോഹന സമ്മേളനങ്ങളായിരുന്നു അവരെല്ലാവരും. ലോകത്ത് അവർ മനുഷ്യരാശിയെ നേരായ കർമ്മപഥത്തിലൂടെ നയിച്ചു എന്നതാണ് അവർ ചെയ്ത സേവനത്തിന്റെ രത്നച്ചുരുക്കം. ലോകത്ത് സമാധാന രാഹിത്യമാണ് ഇന്ന് കൊടികുത്തി വാഴുന്നത്. എവിടെയും സമാധാനമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചത് ഖൈറു ഉമ്മത്ത് എന്നാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഇതാണ് മുസ്ലിങ്ങളുടെ ക്വാളിറ്റി. അല്ലാഹു ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ നോക്കൂ, കൊച്ചി കേരളത്തിൽ പോലും ഒരു പ്രദേശത്ത് പോലും നാം സമാധാന രാഹിത്യത്തിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ക്വാളിറ്റി വേണ്ടെന്ന് വെച്ച് പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ശർറു ഉമ്മത്തിന്റെ ഫലം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെറിയ പ്രശ്നവും വഷളാക്കി പർവ്വതീകരിച്ച് ഒരു ചെറിയ മഹല്ലിൽ പോലും കുഴപ്പമുണ്ടാക്കുന്നവരായി ഈ ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വിധി വൈപരീത്യമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു സ്കൂള് പള്ളൂരുത്തിൽ പറയാതിരിക്കാൻ പറ്റി. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്. അവിടെ കുട്ടി ഹിജാബ് ഇട്ടില്ല എന്നതാണ് വിഷയം. ഹിജാബ് ഇട്ട് വരാൻ പാടില്ല, അത് സ്കൂളിലെ നിയമമാണ്. അത് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർ സ്കൂളിൽ പ്രവേശനം കൊടുക്കുന്നത്. അവിടെ അഡ്മിഷൻ കൊടുക്കുന്നതിൻ്റെ
കൊടുക്കുമ്പോൾ തന്നെ ഇത് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അവിടെ ആ കുട്ടിയെ അവിടെ സ്കൂളിൽ ചേർത്ത്. അവിടെ അവര് വിലക്കിയില്ല ഹിജാബ്. അവിടുത്തെ നിയമത്തിന് വിരുദ്ധമാണ് ഹിജാബ് ഇടാതെ വരും. അവിടുത്തെ യൂണിഫോമേ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ പാടുള്ളൂ. അത് മിക്ക കലാലയങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മളെ കുറച്ച് ആളുകൾ ചെന്നിട്ട് വഷളാക്കി കളഞ്ഞവിടെ. വലിയ വിടവല്ലേ സംഭവിച്ചത് നമ്മുടെ മതസൗഹാർദ്ദത്തിന്. നമ്മൾ ഈ ജിഹാദി മനസ്സുള്ളവരായി മകൻ, ഈ ജിഹാദൊക്കെ ഇവിടെ ദുർഖ്യാരക്കപ്പെട്ടു പോയി. നമുക്കെന്തും ചെയ്യാമെന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം നടന്നെടുക്കുകയാണ്. എന്തുമാകാം നമുക്ക്. ഇത് എല്ലാ മതസ്ഥരും 85% സഹോദര സമുദായങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം എന്നുള്ള ഓർമ്മ നമുക്കാർക്കുമില്ല. ഇവിടെ അപ്പടി അതുകൊണ്ടൊക്കെ വെട്ടിപ്പിടിക്കാമെന്നാണ് മതത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആളുകൾ. 85% ഹിന്ദുക്കളുള്ളതാണ്. അവരുടെ വിശാലമായ മനസ്സുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ, ഈ സെമിറ്റിക് മതങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ തെല്ലും അതിശുക്തിയില്ല. ചരിത്രമാണ്. അവരുടെ സഹിഷ്ണുത കൊണ്ടാണ് ഈ ഹൈന്ദവർ വലിയ സഹിഷ്ണുക്കളാണ്. രണ്ട് കൈയും നീട്ടി. നമുക്ക് ഒരുപാട് പള്ളികളില്ലേ, മദ്രസകളില്ലേ? ആ മദ്രസകൾക്ക് പള്ളികൾക്കൊക്കെ സ്ഥലം തന്നത് നമ്മുടെ സഹോദര സമുദായങ്ങളാണ്. ഞങ്ങളുടെ വടുതല 2 മഹല്ല് ഇളവൻ ചെറിയ കലാഹുള്ളത് കൊണ്ട് ആധികാരികമായി പറയാൻ കഴിയും. വടുതല, കോട്ടൂർ, കാട്ടുപുറം പള്ളി മഹല്ല് ദക്ഷിണ കേരളത്തിലെ വലിയ 5000-ഓളം വീടുകളുള്ള മഹല്ലാണ്. വലിയ മഹല്ലാണ് ഞങ്ങൾ. അതുപോലെ മറ്റേ അരൂർ മഹല്ലും അതുപോലെ തന്നെ അടുത്ത 10,000 വീടുകളുള്ള അരൂർ ബാദശാഹുസ്ഥാനക്കാർ. അരൂർ, എരമല്ലൂർ, അരൂർ മഹല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ചന്ദ്രൂർ, എരമല്ലൂറൊക്കെ ഈ അരൂർ മഹല്ലിൽപ്പെട്ടതാണ്. അവിടെ പല പള്ളികളും. ഈ കോട്ടൂർ പള്ളി ആരൂർ ഒരു അമുസ്ലിം സഹോദരൻ NSSൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദര സമുദായ അംഗം നൽകിയതാണ്. അതാരാണ്? വലിയ കെറാമത്തിന്റെ ഫലമാണ് ആ പള്ളി. കെറാമത്തിന്റെ ഒരു മഹാന്റെ കെറാമത്തിന്റെ ഉത്തമ നിദർശനമാണ് ആ പള്ളി. കോട്ടൂർ പള്ളിയിൽ അവിടെ പോയി സിയാറത്ത് ചെയ്യുന്ന നാനാജാതി മതസ്ഥരുണ്ട്. അവിടെ വെളിച്ചെണ്ണ കൊടുക്കും. മൗലൽ ബുഖാരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വടുതലയിൽ വന്ന് സ്ഥാപിച്ച പള്ളിയാണ്. ഒരു പ്രത്യേകതയുള്ള പള്ളിയാണ്. അവിടെ എല്ലാ ദിവസവും എല്ലാം കാണാം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഈ വെളിച്ചെണ്ണ കൊടുക്കും. വടുതല മഹല്ലിന്റെ വരുമാനത്തിലെ മുഖ്യ സ്രോതസ്സാണ് ഈ വെളിച്ചെണ്ണ വരവ്. അത് അടുത്ത് ഇപ്പോഴും അവരെ കുടുംബാംഗങ്ങളുണ്ട്. ഈ നായർ വീട്ടിലെ കുടുംബാംഗം പിന്നീടുള്ള തലമുറകളിൽപ്പെട്ട ചിലരൊക്കെ അവർക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാം. അവരൊക്കെ അവിടെ വരും. ഏത് പള്ളിയെടുത്ത് നോക്കിയാലും അതെ. നമ്മുടെ ഹൈവേ മസ്ജിദിലെ കലൂര്, നെട്ടൂർ പള്ളി, ഒരുപാട് പള്ളികൾക്ക് അവർ ഇവിടെയൊക്കെ പല പള്ളികൾക്കും സ്ഥലം കൊടുത്തത്. അവർ വന്ന നമ്മളോടൊപ്പം അധ്വാനിക്കുകയും ചെയ്യും പള്ളി വെക്കാനും ഒക്കെ. അതൊന്നും നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. അവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധ്യമല്ല. വലിയ സഹിഷ്ണുതയാണ്. എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്നു. ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞപ്പോ എല്ലാ സ്ഥലത്തും കുഴപ്പമാണ് നമ്മുടെ ആളുകൾ. മനപ്പുറം കുറ്റപ്പെടുത്തുകയല്ല, എവിടെയും ബഹളമാണ്. അച്ചടക്കമില്ലാത്ത, അതബില്ലാത്ത. എൽമ പഠിക്കുന്നവർക്ക് അതബുണ്ടാകണം. തഅലീമുൽ മുതഅല്ലിമീൻ പഠിച്ചിട്ടുള്ള അതബിന്റെ കിതാബ, അതബ് പഠിപ്പിക്കുന്നതാണ്. അതിന് ദർസുകളിൽ പഠിപ്പിക്കണമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നാം അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മെ യഥാർത്ഥ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അപ്പൊ നമ്മൾ വളരെയധികം സഹിഷ്ണുക്കൾ. അതാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത്. ഈ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ നാം അനുസ്മരിക്കുന്നു. മറ്റു മഹത്തുക്കളെ മുത്തുനബി സല്ലല്ലാഹു ഏറ്റവും കൂടുതൽ നാം അനുസ്മരിക്കുന്നു. അവരുടെ ജീവിത മാർഗം നാം വിസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം, ജനങ്ങളെ അടുപ്പിച്ചു പിടിക്കണം. അവർ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് വിശ്വാസം ഉൾക്കൊള്ളുന്നവരാ, അവരുടെ വിശ്വാസത്തിലും മതത്തിലൊന്നും നാം കൈകടത്താൻ പോകണ്ട. നമ്മുടെ ഇവിടെ നടക്കാവൂ എന്ന മറുക്കടമുഷ്ടിയൊന്നും മുസ്ലിങ്ങൾക്ക് വേണ്ട. അവർ ഉത്തമ സമുദായമാണെങ്കിൽ മാതൃകാപരമായ ജീവിതം നയിക്കണം. അവർ യഥാർത്ഥ മഹത്തുക്കളുടെ വഴിയെ സഞ്ചരിക്കണം. ഈ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ
നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സൃഷ്ടികളിൽ അത്യുത്തമരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ അനുചരിൽ പ്രഭകരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത ദിനരാത്രങ്ങൾ അഭിമുഖീകരിക്കുക, അത് എന്റെ ചര്യയാണ്. എന്റെ ചര്യ മുറുകെ പിടിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലായി എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു. ഇത് വിദ്വേഷമാണ്, പകയാണ്. എല്ലാവരുടെ മനസ്സിലും അതായിപ്പോയി. നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം, വളരെ കരുതലോടുകൂടി ജീവിക്കണം. ഈ രാജ്യം തകർന്നു പോകാൻ പാടില്ല. രാജ്യത്തോടുള്ള കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ അഭേദ്യവും അവിഭാജ്യവുമായ ഘടകമാണെന്ന് അവിടെ നമ്മളെ തെര്യപ്പെടുത്തി. സ്വരാജ്യ സ്നേഹം വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നാം ശ്രദ്ധിക്കണം, അവരെ പരിഗണിക്കണം. അയൽവാസി പട്ടിണി കിടന്നാലും നാം അവരെ അവരെ കാര്യം ശ്രദ്ധിക്കണം, അവരെ കരുതലോടെ പിടിക്കണം. ഏത് സമുദായമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, എല്ലാവരോടും മാനുഷികമായ പരിഗണന നൽകി പെരുമാറാൻ നാം പഠിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാം ഈ സമ്മേളനത്തിലൊക്കെ വന്നിരിക്കുന്നു, നല്ല നല്ല തത്വങ്ങളാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്നത്. മുത്തുനബി ജീവിതം, റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, മറ്റ് മഹത്തുക്കളുടെ ജീവിതം, അവർ സഞ്ചരിച്ച പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദീൻ ഇവിടെ നിലനിർത്തിയത്. ഈ സമുദായം ഇത്രയും കോടാനുകോടിയായി തീർന്നത് അവരുടെയൊക്കെ പരിശ്രമത്തിന്റെ ഫലമായാണ്. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന ഇന്നല്ലാഹ ലമഅൽ മുഹ്സിൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ. നമ്മുടെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അനുഷ്ഠിച്ചവർ അവരെ നമ്മുടെ സരണിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്വൃത്തരോടൊപ്പമാണ്, മുഹ്സിനീങ്ങളോടൊപ്പമാണ്. അങ്ങനെയുള്ള ത്യാഗ പരിശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ഈ മഹത്തുക്കളെല്ലാം നമ്മൾ എപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ തെര്യപ്പെടുത്തിയില്ലേ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, അത് പറയുമ്പോൾ ചിലർക്ക് വലിയ ബേജാറ് തോന്നും. ലോകത്തെ മടവൂർ വലിയുള്ള ഖദ്ദസല്ലാഹു സുബ്ഹാനഹു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ അള്ളാഹു നമ്മെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ്, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ലോകം സൽപന്താവിൽ അടിയുറച്ചു നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. മഹത്തുക്കളുമായുള്ള ബന്ധം നാം ശക്തിപ്പെടുത്തണം. ജാലിസുൽ കുബ്ര, മഹത്തുക്കളോട് നാം സമ്പർക്കപ്പെടണം. വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെര്യപ്പെടുത്തിയതാണ്. ജാലിസുൽ കുബ്ര വസായിലുൽ ഉലമാ, വിവരമില്ലാത്തവരാണ് നമ്മൾ. നമ്മുടെ പണ്ഡിതന്മാരോട് നാം ചോദിച്ച് സംശയ നിവൃത്തി വരുത്തും. വഖാലിത്തുൽ ഹുക്കമാ, തത്വജ്ഞാനികളുമായി സമ്പർക്കപ്പെടണം, ഇടകലരണം എന്ന് പരിശുദ്ധ പ്രവാചകൻ. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. മഹത്തുക്കളെ വിസ്മരിച്ചു കഴിഞ്ഞാൽ, അവരെ മാർഗം നാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുലോകത്തും വിജയിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഇരുലോക വിജയം നേടിയെടുക്കണമെങ്കിൽ മഹത്തുക്കളെ പിൻപറ്റുകയും അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കുകയും അതിനനുസരിച്ച് സമാധാനത്തിനു വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാവർജകമായ അഭിവാദനങ്ങൾ.